ഹായ് ഹലോ വെൽക്കം ടു വിഷാവേട്ട്. ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡിയാക്കാം. മീൻ മസാലയൊക്കെ തേച്ച് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നല്ല ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം. വലിയ മസാല ഒന്നും വേണ്ട, ഒരു നോർമൽ രീതിയിലുള്ള മസാല തേച്ച് മീൻ നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. തിരിച്ച് മറിച്ചിട്ട് വലിയ വേവാക്കാതെ പൊരിച്ചെടുക്കാം. സാധാ മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു വേവിലേക്ക് എത്തേണ്ട. ഇനി നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെല്ലുള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത് ഉപ്പ് ചേർത്ത് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെല്ലുള്ളി നന്നാക്കി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി മാറ്റി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഒക്കെ ഒന്ന് വെന്ത് പാകമായി വന്നാൽ നമുക്കിതിലേക്കുള്ള മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉലുവ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വാൻറ്റില വാട്ടിയെടുക്കാം. വാൻറ്റില നമ്മൾ നല്ല തീയിൽ കാണിച്ച് നല്ല വാട്ടിയെടുക്കുകയാണ്. ഒന്ന് സോഫ്റ്റായി നമുക്കിതിനൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിലേക്ക് വാൻറ്റില എത്തിക്കാം. ഇനി വാൻറ്റില കഴുകി അതിനാവശ്യമായ പീസാക്കി നമ്മൾക്ക് അത് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിന് മസാല റെഡിയാക്കാം. മസാല വെച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയർ മസാല റെഡിയാക്കാം. പിന്നെ നമുക്കതിലേക്ക് മീൻ വെച്ച് സെക്കൻഡ് ലെയർ മസാല ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് നല്ല റോൾ ചെയ്ത് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. അതിന് മേലെ അത് സെക്യൂറായി നിൽക്കാൻ വേണ്ടി ഒരു കെട്ടുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചട്ടി നേരത്തെ മീൻ പൊരിക്കാനെടുത്ത ചൂടായ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് സിമ്മിലിട്ട് നല്ല വാൻറ്റിലൊക്കെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.